ഹലോ ഗായ്സ്, codemalayalam സ്വാഗതം. സോ ഈ വീഡിയോനകത്ത് നമ്മൾ CSSൻ്റെ കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് നോക്കാം. ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമ്മൾ CSSൻ്റെ ഫസ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റ് നോക്കാണ്ട്, അതിൻ്റെ പേരാണ് ബോക്സ് മോഡൽ. ഓക്കെ, സോ എന്താണ് ഈ ബോക്സ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ ഈ പറഞ്ഞ CSSനകത്ത് നമ്മൾ പറഞ്ഞു ഒരു എലമെൻറ്റിനാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ ഓരോ എലമെൻറ്റും ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നതായിട്ടാണ് ഈ കംപ്ലീറ്റ് CSS അല്ലെങ്കിൽ ഈ ഡോം മനസ്സിലാക്കുന്നത്. സോ അതിനെയാണ് ബോക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇതിൻ്റെ ഇൻസ്പെക്ട് എലമെൻറ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ ഓരോ എലമെൻറ്റ്. നമ്മൾ ഓരോ എലമെൻറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റൈലുകളൊക്കെ നമുക്ക് ഇൻസ്പെക്ട് എലമെൻറ്റിലെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. സോ അതിനകത്ത് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സ് വരച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഇതിനെയാണ് ആ എലമെൻറ്റിൻ്റെ ബോക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അതാണ് ഏറ്റവും അകത്ത് വരുന്നത്. അതാണ് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് എലമെൻറ്റിൻ്റെ കണ്ടൻറ്റ്. ഓക്കെ, ഇനി കണ്ടൻറ്റ് അല്ലാണ്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ വരയ്ക്കാം. ഓക്കെ, സോ ബോർഡറിന് നമുക്ക് സൈസ് കൊടുക്കാം, കളർ, അങ്ങനെ പല പ്രോപ്പർട്ടീസും ബോർഡറിന് കൊടുക്കാം. സോ അതാണ് ഈ മഞ്ഞ കളറിൽ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബോർഡർ. ഇപ്പോൾ ബോർഡറിൻ്റെ അകത്തായിരിക്കും ഒരു കണ്ടൻറ്റ് ഇരിക്കുന്നുണ്ടാവുക. ബോർഡറാണ് ആ ഒരു കണ്ടൻറ്റിൻ്റെ, ഈ ഒരു കണ്ടൻറ്റ് അവസാനിക്കുന്നത് ബോർഡറിലാണ്. ഓക്കെ, ബോർഡറിൻ്റെ ഉള്ളിലാണ് ആ കണ്ടൻറ്റ് മൊത്തം വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബോർഡറും ഈ കണ്ടൻറ്റും തമ്മിലുള്ള സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സ്പേസിങ്ങിന് പറയുന്ന പേരാണ് പാഡിങ്. അപ്പോൾ നമ്മൾ പാഡിങ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറും ഈ കണ്ടൻറ്റും നമ്മളുടെ സ്പേസ് കൂടി വരും. സോ അതിനാണ് പാഡിങ്. പിന്നെ അടുത്ത് വരുന്നത് ഈ ബോർഡറിൻ്റെ പുറത്തുള്ള ഏരിയയാണ്. സോ അതിനെ മാർജിൻ എന്നാണ് വിളിക്കുന്നത്. സോ ഈ മാർജിൻ എന്ന് പറഞ്ഞ കണ്ടൻറ്റിൻ്റെ പുറത്തുള്ള സ്പേസ് ആണ്. പക്ഷേ ഈ മാർജിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റും അടുത്തുള്ള കണ്ടൻറ്റുകളുമായിട്ടുള്ള സ്പേസ് തീരുമാനിക്കുന്നതാണ്. അതായത് നമ്മളോട് മാർജിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റ് ഇതിൻ്റെ പുറത്തുള്ള കണ്ടൻറ്റുമായിട്ടുള്ള സ്പേസ് കൂടി വരും. ഓക്കെ, സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി 3 പ്രോപ്പർട്ടീസാണ് CSSനുള്ളത്. സോ അത് ഈ പേര് പറയുന്ന പോലെ തന്നെ പാഡിങ്, പിന്നെ ബോർഡർ, പിന്നെ മാർജിൻ. ഓക്കെ, സോ നമ്മൾ ഈ 3 പ്രോപ്പർട്ടീസും എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഫസ്റ്റ് നോക്കാം. സോ ഇതൊരു പാരഗ്രാഫാണ്. നമ്മൾ CSS ഫയലിനകത്തോട്ട് പോകാം. സോ നമ്മൾ പാരഗ്രാഫ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് P എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡറിന് കുറേ വെറും ബോർഡർ അല്ല, ബോർഡറിന് കുറേ തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ബോർഡറിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാം, ബോർഡറിൻ്റെ കളർ സെറ്റ് ചെയ്യാം, ബോർഡറിൻ്റെ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ബോർഡറിന് കൊടുക്കേണ്ടത് എന്ത് ടൈപ്പ് ബോർഡറാണ് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ബോർഡർ സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഫസ്റ്റ് കൊടുക്കാം. ബോർഡർ സ്റ്റൈൽ സോളിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുറിയും ഡോട്ട് ഒന്നും അല്ലാത്ത സ്ട്രെയിറ്റ് സോളിഡ് ലൈൻ, അതാണ് സോളിഡ്. അപ്പോൾ നമുക്ക് ബോർഡർ സ്റ്റൈൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വരുമോ നോക്കാം. ഒരു ബോർഡർ വന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബോക്സ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോർഡറിൻ്റെ അവിടെ 1 എന്നിരിക്കുന്ന കാണാം. അതിൻ്റെ ഡീഫോൾട്ട് വിഡ്ത്താണ്. അപ്പോൾ ബോർഡറിൻ്റെ ഡീഫോൾട്ട് വിഡ്ത്ത് 1 പിക്സലാണ്. നമുക്ക് ഈ ബോർഡറിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ കൂട്ടാം. അതിന് നമുക്ക് വേണമെങ്കിൽ ബോർഡർ വിഡ്ത്ത് എന്ന് കൊടുക്കാം. ഒരു 5 പിക്സൽ കൊടുക്കാം. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡറിൻ്റെ വിഡ്ത്ത് 5 പിക്സലായി. ബോക്സ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 പിക്സലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൊടുത്ത സ്റ്റൈല്. ബോർഡറിന് കളർ നമുക്ക് കൊടുക്കാം. ഒരു ഗ്രീൻ കൊടുക്കാം. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ബോർഡർ സ്റ്റൈലിൽ ഏതൊക്കെ വാല്യൂസ് കൊടുക്കും സോളിഡ് അല്ലാണ്ട്, അതറിയാൻ എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഇൻസ്പെക്ട് എലമെൻറ്റ് തന്നെ പോവുക. ഈ ബോർഡർ സ്റ്റൈലിനകത്ത് ഇത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ സോളിഡ് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡോട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ ഡോട്ടഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഡാഷ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ ഡാഷ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ 2 ലൈനിലുള്ള ഗ്രൂവ് ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഈ ഇൻസ്പെക്ട് എലമെൻറ്റ് നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് എടുക്കാമെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാനും പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോർഡർ ടോപ്പ് ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ബോർഡറിൻ്റെ ടോപ്പ് മാത്രമായിട്ട് 20 പിക്സലാവും. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഓരോ ബോർഡറിൻ്റെ സൈഡും നമുക്ക് ഓരോ സ്റ്റൈലും ഓരോ വിഡ്ത്തും ഓരോ കളറും കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ബോർഡറിൻ്റെ ടോപ്പിൽ ലൈനൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ബോർഡർ സ്റ്റൈലില്ലേ, അതേപോലെ തന്നെ ബോർഡർ ടോപ്പ് വിഡ്ത്ത് 0 ആക്കാം. എന്നിട്ട് റിഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ബോർഡർ ടോപ്പ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ബോർഡർ ടോപ്പ് സ്റ്റൈല് നന്നാക്കിയാലും മതി. അങ്ങനെയാണെങ്കിലും അങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റൈലൊക്കെ മാറ്റി കൊടുത്തിട്ട് ഓരോ ബോർഡറിന് ഓരോ സൈഡിലും നമുക്ക് ഓരോ സ്റ്റൈൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ CSSൽ നോക്കുന്നത് CSSൻ്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടീസുകളാണ്. അതായത് മിക്കവാറും പ്രോപ്പർട്ടീസുകൾ ഇങ്ങനെ 1, 2, 3 ഒരുമിച്ച് എഴുതുന്നതിൻ്റെ പകരം നമുക്ക് ഒറ്റ ലൈനിൽ നമുക്ക് CSS പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ബോർഡർ വിഡ്ത്ത് തന്നെ ഒരു തരം ഷോർട്ട് ഹാൻഡാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ
നമ്മളുടെ ഇൻസ്പെക്ട് എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ബോർഡർ സ്റ്റൈൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു ഷോർട്ട് ഹാൻഡ് ആണെന്ന് അർത്ഥം. ഇത് ഈ ബോർഡർ സ്റ്റൈൽ അല്ലെങ്കിൽ ബോർഡർ വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത് ഷോർട്ട് ഹാൻഡ് ആണ്. ഇതിൻ്റെ ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡിനും സെപ്പറേറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ പകരം ഇങ്ങനെ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ബോർഡർ ടോപ്പ് വിഡ്ത്ത്, റൈറ്റ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത്, ലെഫ്റ്റ് വിഡ്ത്ത് അങ്ങനെ മാറി കൊടുക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ആയിട്ട് ബോർഡർ വിഡ്ത്ത് മാത്രം കൊടുക്കാം. ഓക്കെ, ജനറലി CSS നോക്കുന്ന ഒരു ഡയറക്ഷൻ, എവിടെ ബോർഡർ വേണം എന്ന് ഷോർട്ട് ഹാൻഡിൽ നോക്കുന്ന ഒരു ഡയറക്ഷൻ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് ആണ്. ആ ഒരു സൈക്കിൾ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ കൊടുത്തുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതെപ്പോഴും 4 സൈഡും ടോപ്പും റൈറ്റും ബോട്ടം ലെഫ്റ്റും ഇതെല്ലാം 5 പിക്സലാണ്. നേരെ മറിച്ച് നമുക്ക് ഇവിടെ ബോർഡർ വിഡ്ത്ത് 4 കൊടുക്കാം. 1 പിക്സൽ, 2 പിക്സൽ, 3 പിക്സൽ, 4 പിക്സൽ. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 4 കൊടുക്കുന്നത് ഇത് ടോപ്പിൽ 1 പിക്സൽ, റൈറ്റിൽ 2 പിക്സൽ, ബോട്ടത്തിൽ 3 പിക്സൽ, ലെഫ്റ്റിൽ 4 പിക്സൽ. ഓക്കെ, ഇങ്ങനെ 4 കൊടുക്കാം. ഒരെണ്ണമായിട്ട് കൊടുക്കാം, 2 കൊടുക്കാം. 5 പിക്സൽ, 10 പിക്സൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ടോപ്പും ബോട്ടവും 5 പിക്സലായിരിക്കും, ലെഫ്റ്റും റൈറ്റും 10 പിക്സലായിരിക്കും. ഓക്കെ, സോ ഇതൊരു ഷോർട്ട് ഹാൻഡ് ആണ്. ഇനി ഇതുകൂടാതെ ഇത് 3 കൂടി ഒരുമിച്ച് ഷോർട്ട് ഹാൻഡ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. സോ അതിന് ബോർഡർ എന്നൊരൊറ്റെണ്ണം കൊടുത്താൽ മതി. ബോർഡർ ആദ്യം വിഡ്ത്ത് കൊടുക്കുക 1 പിക്സൽ, പിന്നെ ടൈപ്പ് സ്റ്റൈൽ കൊടുക്കുക സോളിഡ് ഗ്രീൻ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 1 പിക്സൽ സോളിഡ് ഗ്രീൻ. സോ ഇത് ജനറലി ഒരു ഷോർട്ട് ഹാൻഡ് സ്റ്റൈലാണ്. ഇതിൻ്റെ ലോങ് ഫോം കാണണമെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതുകൂടാതെ തന്നെ ഈ ബോർഡറിനകത്ത് നമുക്ക് ഇമേജസ് കൊടുക്കാം. അങ്ങനെ ഇമേജസിൻ്റെ വിഡ്ത്ത്, ഇമേജസിൻ്റെ റിപ്പീറ്റ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി ബോർഡർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പാഡിംഗ് ആണ്. ഓക്കെ, ഈ പാഡിങ്ങിൻ്റെയും മാർജിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കാണാൻ പറ്റത്തില്ല, ഇത് ഇൻവിസിബിൾ ആയിരിക്കും. ഇതിനാകെ ഇതിൻ്റെ വിഡ്ത്ത് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പാഡിങ് 10 പിക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡറും കണ്ടൻറ്റും തമ്മിലുള്ള പാഡിങ് ഡിസ്റ്റൻസ് 4 സൈഡിലും 10 പിക്സൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കൊടുത്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഡിസ്റ്റൻസും 10 പിക്സലായിരിക്കും. നമുക്ക് ബോക്സ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ട 4 സൈഡും 10 പിക്സലാണ്. ഇനി നേരത്തെ പറഞ്ഞ ഷോർട്ട് ഹാൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ടോപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, ബോട്ടം 4 10 പിക്സൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പാഡിങ് ടോപ്പ് 10 പിക്സൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ പാഡിങ്ങിൻ്റെ ടോപ്പിൽ മാത്രമായിരിക്കും 10 പിക്സൽ ഉണ്ടാവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് മൊത്തത്തിൽ പാഡിങ് മാത്രം എടുക്കുക. നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് ആണ്. 1 പിക്സൽ, 2 പിക്സൽ, 3 പിക്സൽ, 4 പിക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 2, താഴത്തെ 3, ലെഫ്റ്റിൽ 4 ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ടോപ്പിനും ബോട്ടത്തിനും ഒരു പാഡിങ്, ലെഫ്റ്റിനും റൈറ്റിനും വേറെ പാഡിങ് വേണമെങ്കിൽ 2 കൊടുക്കാം. 10 പിക്സൽ, 20 പിക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും 20 പിക്സലും ടോപ്പും ബോട്ടവും 10 പിക്സലായിരിക്കും. ഓക്കെ, സോ അതാണ് പാഡിങ്. ഈ ബോർഡറും ഇതിൻ്റെ കണ്ടൻറ്റും തമ്മിലുള്ള ദൂരമാണ്. സോ അതേപോലെ തന്നെയാണ് മാർജിനും പാഡിങ്ങും ഏകദേശം എല്ലാ സിൻടാക്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ മാർജിൻ ഈ ബോർഡറിന് പുറത്തുള്ള സ്പേസിംഗ് ആണ് കൺട്രോൾ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 16 പിക്സൽ മാർജിൻ ഇവിടെ കാണുന്നുണ്ട്. അത് പാരഗ്രാഫിന് ഡീഫോൾട്ടായിട്ട് ഈ ക്രോം ഈ ബ്രൗസർ സെറ്റ് ചെയ്തിരിക്കുന്ന പാഡിംഗ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 1 EM എന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇത് യൂസർ ഏജൻറ്റ് സ്റ്റൈലാണ്. ഓക്കെ, സോ 1 EM എന്താണ്, അതൊരു യൂണിറ്റ് ആണ് പിക്സലിനെ പോലെ തന്നെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ യൂസർ ഏജൻറ്റ് ഓൾറെഡി പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ സെറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ മാർജിൻ 16 പിക്സൽ കാണും. നമുക്ക് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്യാം. നമ്മുടെ സ്റ്റൈലിനകത്ത് മാർജിൻ 10 പിക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാ സൈഡിലും മാർജിൻ 10 പിക്സലായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈഡിലും മാർജിൻ 10 പിക്സലാണ്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഒരു ബോക്സ് മോഡൽ. അതിനകത്ത് 4 കാര്യങ്ങളാണ്. ഒന്ന് ബേസ് കണ്ടൻറ്റ്, പാഡിങ്, ബോർഡർ, മാർജിൻ. ഓക്കെ, അതിൽ കൂടെ നമ്മൾ 3 പ്രോപ്പർട്ടീസാണ് CSSൻ്റെ പഠിച്ചത്: പാഡിങ്ങും, ബോർഡറും, മാർജിനും. ഓക്കെ, സോ ഇതിൻ്റെ ഒപ്പം ഒരു പ്രോപ്പർട്ടിയും കൂടി പറഞ്ഞുതരാം, ഔട്ട്ലൈൻ. ഈ പറയുന്ന പാഡിങ്, ബോർഡർ, മാർജിൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റിൻ്റെ സ്പേസ് മാറും. അതായത് കണ്ടൻറ്റിൻ്റെ ഈ ബോർഡറിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് കണ്ടൻറ്റിൻ്റെ സൈസും അതിൻ്റെ ലൊക്കേഷനും പൊസിഷനൊക്കെ ചെറുതായിട്ട് മാറും. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബോർഡറിനൊരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കംപ്ലീറ്റ് ജമ്പ് ആവും. ഇവിടുന്ന് ഇത് ജമ്പായി കിട്ടും. അതായത് ഇതിൻ്റെ എല്ലാത്തിനും പൊസിഷൻസ് മാറും ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഔട്ട്ലൈൻ. ഓക്കെ,
സോ നമ്മൾ ബോർഡർ അങ്ങനെ തന്നെ വയ്ക്കുക. ഈ ബോർഡറിനെ പോലെ തന്നെ ഔട്ട്ലൈൻ കൊടുത്തു എന്ന് വിചാരിച്ചോ. ഈ 1 പിക്സലിൻ്റെ പകരം ഒരു 50 പിക്സൽ കൊടുക്കാം. സോ ഇങ്ങനെ ഔട്ട്ലൈൻ 50 പിക്സലിൽ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ കണ്ടൻറ്റ് എവിടെയും പൊസിഷൻ മാറത്തില്ല. അപ്പോൾ റിഫ്രഷ് അടിക്കുമ്പോൾ നോക്കിക്കോളൂ, കണ്ടൻറ്റിലെല്ലാം അവിടെ തന്നെ അതിൻ്റെ പൊസിഷനെ ഈ ഔട്ട്ലൈൻ യാതൊരു രീതിയിലുള്ള മാറ്റം വരുത്തത്തില്ല. കണ്ട, ഇതിന് പുറത്തൊരു ഔട്ട്ലൈൻ വരാമെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, നമുക്കൊരു ഹാലോ കൊടുക്കാനോ അറ്റ്ലീസ്റ്റ് ഡീബഗ് ചെയ്യാനോ. സോ ഇങ്ങനെ ഔട്ട്ലൈൻ ഇത്തിരി പ്രോബ്ലമാറ്റിക്കാണ്, കാരണം നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റിന് മുകളിൽ കൂടി ഇത് വന്ന് വീഴും, കാരണം ഇത് പൊസിഷൻ മാറാത്തതുകൊണ്ട്. അപ്പോൾ ജനറലി ചെറിയൊരു എഫക്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കണ്ടൻറ്റ് മാറാണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഡീബഗ് ചെയ്യാനൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ ജനറലി ഔട്ട്ലൈൻ കൊടുക്കാറ്. ഓക്കെ, സോ അതാണ് അടുത്ത പ്രോപ്പർട്ടി ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ്റെ സിൻടാക്സ് ബോർഡറിൻ്റെ സിൻടാക്സ് പോലെ തന്നെയാണ്. ഓക്കെ, സോ ഈ ബോർഡറിൻ്റെ സ്റ്റൈലിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബോർഡറിന് ഇമേജസ് ഒക്കെ കൊടുക്കാൻ പറ്റും, ബോർഡറിന് അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്. അത് പറയണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു വീഡിയോ മൊത്തം വേണ്ടി വരും. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ട് അത്യാവശ്യത്തിന് മനസ്സിലാക്കുക. സോ ജനറൽ ഒരു ഐഡിയ ആണ് ഇപ്പോൾ തരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ഫ്യൂ സെറ്റ്സ് ഓഫ് CSS. സോ അത്രയുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ അടുത്ത കുറച്ച് സെറ്റ് ഓഫ് CSS പ്രോപ്പർട്ടീസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് തരിക. ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.